ട്രോളിംഗ് നിരോധനത്തിന് മുന്നൊരുക്കമായി. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ ട്രോളിംഗ് നിരോധന കാലത്ത് ഏകോപിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. 9-ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കും. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനത്തിനാണ് ജില്ലയിൽ മുന്നൊരുക്കങ്ങളായത്. കടലിൽ പോയിട്ടുള്ള വള്ളങ്ങൾ നിരോധനത്തിന് മുമ്പ് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻബോർഡ് വള്ളങ്ങൾക്ക് കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്തും നിബന്ധനകൾ പാലിച്ചുമാണ് മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. 9-ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കും. കടലിലകപ്പെട്ട ബോട്ടുകൾക്ക് മടങ്ങാനും മത്സ്യം വിൽക്കാനുമെല്ലാം സൗകര്യം നൽകും. 900ഓളം മത്സ്യബന്ധന ബോട്ടുകളാണ് ജില്ലയിലുള്ളത്. ഇവയ്ക്ക് ചൊവ്വാഴ്ച രാത്രി 12 മണിക്കകം കരയിലെത്തണമെന്ന് മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും നൽകുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പ് മെയ് 15-ന് തന്നെ നീണ്ടകരയിൽ കൺട്രോൾ റൂം തുറന്നിരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തങ്കശ്ശേരിയിലും അഴീക്കലും 2 കൺട്രോൾ റൂമുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും. ഇവ 24 മണിക്കൂറും പ്രവർത്തിക്കും. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അഴീക്കൽ, നീണ്ടകര, തങ്കശ്ശേരി എന്നിവിടങ്ങളിൽ 3 ബോട്ടുകൾ കൂടി ഫിഷറീസ് വകുപ്പ് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. നിലവിലുള്ള 4 ലൈഫ് ഗാർഡുകൾക്ക് പുറമെ 8 ലൈഫ് ഗാർഡുകളെ കൂടി അധികമായി നിയോഗിക്കും. മറൈൻ എൻഫോഴ്സ്മെന്റിനെ സഹായിക്കാൻ അധികം പോലീസിന്റെ സേവനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.